എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കുട്ടികളുടെ ലഞ്ച് ബോക്സിലും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പിള്ളേരുടെ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോൾ തീർന്നു എന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ഇളം മധുരവും എന്നാൽ ചെറിയായിട്ട് സ്പൈസി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. മാത്രമല്ല ഇത് ഉണ്ടാക്കാനായിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് മാത്രം മതിയാകും. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് കിടക്കാം. അതേപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ എന്തായാലും ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതുപോലെ ഈ റെസിപ്പിയെ പറ്റി എന്തെങ്കിലും ഒരു കമൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കമൻറ്റായിട്ട് എഴുതാം കേട്ടോ. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും പുതുതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി ആവശ്യം അതിനനുസരിച്ചിട്ട് ഉരുളക്കിഴങ്ങ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് നമുക്കിതുപോലുള്ള ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 വിസിലിന് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ആദ്യം ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഈ ഒരു ഉരുളക്കിഴങ്ങ് നമ്മൾ തൊലിയോട് കൂടി തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല. തൊലി കളഞ്ഞിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉരുളക്കിഴങ്ങിലെ വെള്ളമൊക്കെ കയറിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് തൊലിയോട് കൂടി തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി നമുക്ക് പതുക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. തൊലി കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. ഒരുപാട് ചൂടാറിക്കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇളം ചൂടോട് കൂടി തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ തൊലി കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞെടുത്തിട്ട് എന്തെങ്കിലും ഒരു ഫോർക്കോ അല്ലാന്നുണ്ടെങ്കിൽ മാഷറോ വെച്ചിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഉരുളക്കിഴങ്ങൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കോൺഫ്ലവർ ആണ് കേട്ടോ. ഞാനപ്പോൾ ഇതുപോലുള്ളൊരു കുഞ്ഞു കപ്പിൽ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാതെ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താലും മതി. പിന്നെ കുഴച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിലോട്ട് വെള്ളം ഒന്നും ചേർക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. ഈ ഉരുളക്കിഴങ്ങ് പേസ്റ്റ് പോലെ ആയത് കാരണം ഇത് പെട്ടെന്ന് അങ്ങോട്ട് മിക്സ് ആയിക്കോളും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. പിന്നെ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലുള്ളൊരു കൗണ്ടർ ടോപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിലോ വെച്ചിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്താലും മതി. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ഒരു ഷേപ്പിലാക്കി എടുക്കണം. അതിനായിട്ട് നമ്മുടെ കൈയിൻ്റെ അടിയിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ തടവി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഓരോരോ കുഞ്ഞു ഉരുളകളാക്കിയിട്ട് ഷേപ്പ് ആക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കയ്യിലെ അടിയിൽ വെച്ചിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. കൈയുടെ അടിയിൽ വെച്ചിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് നന്നായിട്ട് ക്രാക്കുകളൊന്നും ഇല്ലാതെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമ്മുടെ കുഞ്ഞു ബോട്ടിലുണ്ടല്ലോ അത് വെച്ചിട്ട് ഇതുപോലൊരു ഷേപ്പ് ആക്കി കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഏത് ഷേപ്പിലും ആക്കിയെടുക്കാം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ മാവ് മുഴുവനായിട്ടും ഈ ഒരു രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാനിൽ നന്നായിട്ടൊന്ന് വെള്ളം ഈ ഒരു രീതിയിൽ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവിന് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വെള്ളത്തിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് അത് മാവിലോട്ട് പിടിച്ചോളും. അപ്പോൾ എൻ്റെ മാവിന് ടേസ്റ്റ് നോക്കിയ സമയത്ത് ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് ഈ ഒരു വെള്ളത്തിലോട്ട് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഇതുപോലെ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഓരോ ഉരുളകളായിട്ട് വെള്ളത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, വെള്ളം എന്ന് പറയുന്നത് നന്നായിട്ട് ഇതുപോലെ തിളക്കണം കേട്ടോ. എങ്കിലേ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഉരുളകൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആകെ മൊത്തം അങ്ങോട്ട് കലങ്ങി പോകും കേട്ടോ. നമ്മൾ കോൺഫ്ലോർ ഒക്കെ ചേർത്ത കാരണം അതുകൊണ്ട് നന്നായിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിൽ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റൊക്കെ തിളച്ചെന്ന് കഴിഞ്ഞാൽ ഇത് പതുക്കെ നമുക്ക് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി മറ്റൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ചൂടുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ഉടഞ്ഞു പോകുന്ന പോലെ തോന്നുന്നത്. ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ ചൂടൊക്കെ ആറി നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് ചൂടാറാൻ വെച്ചാൽ തന്നെ ഇത് നന്നായിട്ട് കട്ടിയായിട്ട് വരും. ആദ്യത്തെ ട്രിപ്പ് നന്നായിട്ട് വെന്തെന്ന് കഴിഞ്ഞാൽ ഞാൻ അടുത്ത ട്രിപ്പ് ഈ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇത് നന്നായിട്ട് 10 മിനിറ്റ് ഒന്ന് വെന്തതിന് ശേഷം ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തു. അപ്പോൾ അത് നമുക്ക് ചൂടാറാനായിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതുപോലുള്ളൊരു പാനിൽ കുറച്ച് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു വലിയ സവാള ചെറുതായിട്ട് അത് നമ്മൾ നുറുക്കിയൊക്കെ കട്ട് ചെയ്യുമല്ലോ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. സവാളയുടെ കളറ് അത്യാവശ്യം ഇതുപോലെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ 3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഈ ഒരു സവാളയുടെയും അതേപോലെ ഈ ഒരു വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി ഇതിലോട്ട് ഈ എരിവിന് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം.
ചേർത്ത് കൊടുത്തിട്ടുള്ള മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ്, അതായത് ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തേക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കട്ടെ. നിങ്ങളുടെ ആവശ്യമനുസരിച്ചിട്ട് ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സോസിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ പെട്ടെന്ന് അങ്ങ് മാറിപ്പോവും. അപ്പോൾ നമ്മുടെ ആ ഒരു റെസിപ്പിക്ക് നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതെല്ലാം കൂടി അങ്ങോട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. സോസിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റും പച്ചമണമൊക്കെ കറക്റ്റായിട്ട് മാറിയെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലോട്ട് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ നേരത്തെ മാവ് തിളപ്പിച്ചെടുത്ത വെള്ളം ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് ഒരു 4 ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം മാത്രം. ഒരുപാടായി പോകണ്ട, ഒരുപാടായി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് ഒരു 4-5 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പൊട്ടാറ്റോയുടെ ആ ഒരു മിക്സ് നമുക്ക് ഇതിലോട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് മുന്നേ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയില നല്ല ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പതുക്കെ, വളരെ പതുക്കെ എല്ലാം കൂടി മസാലയിൽ മിക്സ് ചെയ്യുന്ന രീതിയിൽ പതുക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു സമയത്തേക്ക് തീ എന്ന് പറയുന്നത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി. നന്നായിട്ട് മിക്സ് എന്ന് കഴിഞ്ഞാൽ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ആ ഒരു മുളക് പൊടിയുടെ ലൈറ്റായിട്ടുള്ള എരിവും അതേപോലെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ മധുരവും പിന്നെ ഒരു പൊട്ടാറ്റോയുടെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. നമുക്ക് ധൈര്യമായിട്ട് ലഞ്ച് ബോക്സിലും സ്നാക്സ് ആയിട്ടും ഒക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. നമുക്ക് വലിയവർക്കും എന്തായാലും ടേസ്റ്റ് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഉറപ്പായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റായിട്ട് താഴെ ഇടുക. പിന്നെ ഈ ഒരു വീഡിയോ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.